ഇന്ത്യ പണി തുടങ്ങിയെന്ന് പേടിച്ച് വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഏത് സമയം ഇന്ത്യ തിരിച്ചടിക്കുമെന്ന ഭയത്തിൽ ആശുപത്രികൾ വരെ സജ്ജമാക്കി കാത്തിരിക്കുകയാണ്. ഇന്ത്യയോട് കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്ന് പാവം ഇമ്രാൻ അറിയാൻ കുറച്ച് വൈകിപ്പോയി. സാമ്പത്തികമായും സൗഹൃദപരമായും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമായ പാകിസ്ഥാനെ മറ്റു രാജ്യങ്ങൾ ഒറ്റപ്പെടുത്തിയപ്പോൾ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് പാകിസ്ഥാൻ നേരിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാക് പോർ വിമാനങ്ങൾ പരീക്ഷണ പറക്കലിന് ഇറങ്ങിയപ്പോൾ സോണിക് ബ്ലൂം ശബ്ദം കേട്ട് യുദ്ധം തുടങ്ങിയെന്ന് കരുതി പ്രാണരക്ഷാർത്ഥം തലങ്ങും വിലങ്ങും ഓടി പാകിസ്ഥാനികൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ആകാശത്ത് സ്ഫോടന ശബ്ദം കേട്ടെന്നും ഭൂമി കുലുങ്ങിയതുപോലെ തോന്നിയെന്നുമൊക്കെ പറഞ്ഞ് ട്വീറ്റ് ചെയ്ത് പാക് മാധ്യമങ്ങൾ നിറയെ യുദ്ധം നിഴലിച്ചു നിൽക്കുന്നു. ഇന്ത്യയുടെ നീക്കം എന്താണെന്ന് ഇപ്പോഴും പാകിസ്ഥാനികൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ യുദ്ധഭീതിയിൽ നടുങ്ങി ഉറക്കം നഷ്ടപ്പെട്ട് അലയുകയാണ് പാകിസ്ഥാനികൾ. പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിയ പല ഭീകരാക്രമണങ്ങളും പത്താൻകോളിലെ തീവ്രവാദ ആക്രമണം ഉൾപ്പെടെ ഇന്ത്യ സഹിച്ചു. എന്നാൽ അതുപോലെ അല്ല പുൽവാമയിലെ 40 പേരുടെ ജീവൻ. പാകിസ്ഥാനുമായി സൗഹൃദ ബന്ധം സ്വീകരിച്ച ഇന്ത്യക്ക് പുൽവാമ ആക്രമണം അപ്രത്യക്ഷമായി കിട്ടിയ അടിയായിരുന്നു. അതിന് ഇന്ത്യ പകരം ചോദിക്കുമെന്ന് പാകിസ്ഥാൻ ഉറപ്പിക്കുന്നു. തന്നത് ഒരു ഇരട്ടിയായി തിരിച്ചു തരുമെന്ന് ഇന്ത്യയും പറയുന്നു. അതുകൊണ്ട് തന്നെ ഏത് സമയവും ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇറാനെയും അഫ്ഗാനിസ്ഥാനെയും കൂടെ കൂട്ടിയുള്ള ഇന്ത്യൻ ആക്രമണം, അതിനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാന്റെ കയ്യിൽ ആയുധമൊന്നുമില്ല എന്നതും പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുന്നു. എന്നാൽ സിയാൻകോട്ട് അതിർത്തിയിൽ പോർ വിമാനങ്ങളുടെ സോണിക് ബ്ലൂ ശബ്ദം കേട്ട ജനം ഭയന്നു വിറച്ചു. ആകാശത്ത് നിന്നും പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടുവെന്നാണ് സിയാൽകോട്ട് സ്വദേശികൾ പറഞ്ഞത്. ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നിയെന്നും ചിലർ പ്രതികരിച്ചു. ഇന്ത്യ യുദ്ധം തുടങ്ങിയെന്ന വിലയിരുത്തലിൽ ജനങ്ങൾ ഭയന്നു വിറച്ചു. ഇത് പാകിസ്ഥാൻ ഭരണകൂടത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാന്റെ കള്ളി വെളിച്ചത്തായപ്പോൾ മനഃപൂർവ്വം ഉഴപ്പുന്നു. ഏതു നിമിഷവും ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഭയന്ന് പാകിസ്ഥാൻ മുന്നോട്ടു പോവുകയാണ്. രാജ്യത്തെ സോഷ്യൽ മീഡിയയും മുൻനിര മാധ്യമങ്ങളെല്ലാം ഇന്ത്യ ആക്രമിക്കുമെന്ന സൂചനകൾ നൽകുന്നു. ഇതിനിടെയാണ് സൈനിക അഭ്യാസം പാകിസ്ഥാൻ നടത്തിയത്. ഇത് പുലിവാലാവുകയും ചെയ്തു. യുദ്ധത്തോടുള്ള ജനങ്ങളുടെ ഭീതിയാണ് വ്യോമ പ്രകടനം തെളിയിച്ചത്. പോർ വിമാനങ്ങൾ ഒന്നിച്ചു പറന്നപ്പോൾ സംഭവിച്ചതാണ് സോണിക് ബൂം ശബ്ദം. എന്നാൽ യുദ്ധം തുടങ്ങിയെന്ന് ചില പാകിസ്ഥാനികൾ ട്വീറ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ ഗ്രാമങ്ങൾ ഒന്നടങ്കം ഭീതിയിലായി. പാകിസ്ഥാന്റെ തന്നെ 2 പോർ വിമാനങ്ങളാണ് സിയാൽകോട്ടിന് മുകളിൽ വ്യോമ നിരീക്ഷണം നടത്തിയത്. ഇന്ത്യൻ നീക്കങ്ങളെ ഭയന്നായിരുന്നു ഇത്. സിയാൽകോട്ടിന് മുകളിൽ 2 പോർ വിമാനങ്ങൾ നിരീക്ഷണം നടത്തിയതായി പാക് പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മണിക്കൂറിൽ 1236 കിലോമീറ്ററായ ശബ്ദവേഗത്തിലും കൂടിയ വേഗമാണ് സൂപ്പർസോണിക്. ഈ വേഗത്തിൽ പറക്കുന്ന വിമാനം തിരയിളക്കം പോലെ ശബ്ദതരംഗങ്ങൾ സൃഷ്ടിക്കും. ഇവയുടെ ആഘാതത്തിൽ ഭൂമി കുലുങ്ങുന്നതായി തോന്നാം. ഒപ്പം കാതടപ്പിക്കുന്ന ശബ്ദവും. ഈ പ്രതിഭാസമാണ് സോണിക് ബൂം. ഇത് യുദ്ധവിമാനങ്ങളുടെ സഞ്ചാര പദങ്ങളിൽ സർവ്വസാധാരണമാണ്. അതുകൊണ്ടാണ് സോണിക് ബൂമിനെ യുദ്ധവുമായി ആളുകൾ കൂട്ടിക്കെട്ടി സംശയിച്ചത്. ജനങ്ങളുടെ യുദ്ധഭീതി തിരിച്ചറിഞ്ഞതോടെ പാകിസ്ഥാൻ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തി. ഇന്ത്യയുമായി യുദ്ധത്തിന് ഒരുങ്ങിയല്ലെന്ന് പാകിസ്ഥാൻ സൈന്യം വിശദീകരിച്ചു. സൈനിക വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂറാണ് ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്ത്യയാണ് യുദ്ധഭീഷണി മുഴക്കുന്നതെന്നും ഏത് ആക്രമണത്തെയും സർവശക്തിയും ഉപയോഗിച്ച് ഞങ്ങൾ പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് പാക് സൈനിക വക്താവിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം പുറത്തു വരുന്നത്. അതേസമയം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന് ആസിഫ് ഗഫൂർ ആവർത്തിക്കുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തിരുന്നു. പാക് ചാര സംഘടനയായ ISIക്ക് ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ ആക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്ര രക്ഷാസഭയുടെ പ്രമേയവും എത്തി. ജെയ്ഷെ മുഹമ്മദിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ ജെയ്ഷയുടെ ആസ്ഥാനം പാക് സൈന്യം പിടിച്ചെടുത്തു. അങ്ങനെ അനിവാര്യമായ യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ. പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തെളിവ് നൽകാൻ തയ്യാറായാൽ ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കാമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനു നേരെ കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു. ജെയ്ഷയുടെ ബഹൽപൂരിലെ ആസ്ഥാനത്തിന്റെയും ക്യാമ്പസിന്റെയും നിയന്ത്രണം പഞ്ചാബ് പ്രവിശ്യ ഭരണകൂടം ഏറ്റെടുത്തെന്ന് പാക് ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിലൂടെയാണ് അറിയിച്ചത്. വ്യാഴാഴ്ച പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതി യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. 600ഓളം വിദ്യാർത്ഥികളും 70ഓളം അധ്യാപകരും ക്യാമ്പസിന്റെ ഭാഗമാണ്. ഇപ്പോഴത്തെ ക്രമീകരണങ്ങളുടെ ഭാഗമായി
ക്യാമ്പസിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ക്യാമ്പസിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ പഞ്ചാബ് പോലീസിനെ നിയോഗിച്ചതായും പ്രസ്താവന വ്യക്തമാക്കുന്നു. കൊടും ഭീകരൻ മസൂദ് അസർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദാണ് പുൽവാമയിൽ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഭീകരാക്രമണത്തിന് ചരട് വലിച്ചതെന്നാണ് ഇന്ത്യ ആവർത്തിക്കുന്നത്. എന്തായാലും തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ ഉറപ്പിച്ചു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നടപ്പാക്കുകയും ചെയ്യും. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് അടിവരുന്ന വഴി ഏതെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.